ആരാധനയ്ക്കായിട്ട് ഇന്ന് ഒരുമിച്ച് ചേരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അതിനായിട്ട് കർത്താവിന് ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. പല പുതിയ സഹോദരങ്ങളും ഇന്ന് നമ്മളോട് ഒരുമിച്ചുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. എങ്കിലും എൻ്റെ പോയിൻറ്റിന് സഹായകരമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്നുകൂടെ പറയാൻ പോവുകയാണ്. ഒരിക്കൽ ഒരു പുതിയ ചർച്ചിൽ പാസ്റ്ററായിട്ട്, ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്, അവിടെ ഒരു പാസ്റ്ററെ നിയമിച്ചു. അദ്ദേഹം വന്ന് സഭാമന്ദിരമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന പിയാനോ അത് ഇടത്തുവശത്താണ് ഇരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഭംഗി വലത്തുവശത്ത് ഇരിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ അദ്ദേഹം വലത്തുവശത്തേക്ക് ആ പിയാനോ മാറ്റി. എന്നാൽ പിറ്റേ ആഴ്ചയിൽ ആൾക്കാർ ആരാധനയ്ക്ക് വന്നപ്പം പിയാനോ വേണ്ട അപ്പുറത്തിരിക്കുന്നു. അത് അവർക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോഴേ അവർ പാസ്റ്റർക്കെതിരായിട്ട് നീക്കം ആരംഭിച്ചു. അവസാനം പാസ്റ്ററെ അവർ പുറത്താക്കി. അപ്പോൾ അദ്ദേഹം സങ്കടപ്പെട്ട് ഏതായാലും പാസ്റ്റർ സ്ഥാനമൊക്കെ പോയി. അതിനുശേഷം വേറെ എവിടെയൊക്കെ ഒരു പാസ്റ്ററേറ്റൊക്കെ കിട്ടി. ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം പഴയ തന്നെ പിരിച്ചുവിട്ട സ്ഥലത്തേക്ക് ഒരു സന്ദർശനത്തിനായിട്ട് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പം താൻ വെച്ചതുപോലെ തന്നെ ആ വലത്തുവശത്താണ് പിയാനോ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആശ്ചര്യം. അപ്പോൾ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, എൻ്റെ പൊന്നെ, ഇതിനെല്ലയോ എന്നെ പുറത്താക്കിയത്? നീ എങ്ങനെയാടാ ഈ വലത്തുവശത്ത് ഈ പിയാനോ കൊണ്ട് എത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പം ആ പാസ്റ്റർ പറഞ്ഞു, ഞാനത് ചെയ്തത് 6 മാസം കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഓരോ ദിവസം വരുമ്പോൾ പയ്യെ ഒന്ന് തള്ളും, അടുത്ത ദിവസം വരുമ്പോൾ പിന്നെയും ഒന്ന് തള്ളും. 6 മാസം കഴിഞ്ഞപ്പോഴേ ഈ ഇടത്തുവശത്തിരുന്ന് പിയാനോ വലത്തുവശത്ത് വന്നു. ആരും അറിഞ്ഞില്ല. അപ്പോൾ അതാണ് പുള്ളിയുടെ വിജയം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നാൽ നമ്മിൽ പലർക്കും അത് സഹിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഞാനിവിടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പറഞ്ഞു. അയ്യോ, ഇതെന്തൊരു പരിപാടിയാണ്! ഞങ്ങളങ്ങനെ ലോക്കൽ ചർച്ചിൽ കേട്ടിട്ടില്ലല്ലോ. അവിടെ ചില സഹോദരങ്ങൾ അതിനെക്കുറിച്ച് സങ്കടമായി അവർക്ക്. അപ്പോൾ എനിക്കത് ഞാനത് വേറൊരു സഹോദരനോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ചായ അതിൻ്റെ കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കത്തോലിക്ക സഭയിലുമൊക്കെ ആയിരുന്ന കാലത്ത് കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പറയും. അതിനുശേഷം ഉടനെ തന്നെ കന്യമറിയാമിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ തിരിയും. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പം ഇനിയും കൊന്തയും മറിയയും വരുമോ എന്നൊരു ഭയം ഒരു പക്ഷേ ആളുകൾക്ക് വന്നു കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, മറിയയും കൊന്തയും നമ്മൾ ഒരിക്കലും മടക്കി എടുക്കുകയില്ല. അവിടെ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്കത് സങ്കടമായി എന്ന് എനിക്ക് തോന്നുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവശ്വാസീയമായ പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണത്. രണ്ടാമത് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയല്ലേ? വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയല്ലേ? അത് പറയുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രയാസം? പിന്നെ ഞാൻ ചില സഹോദരങ്ങൾ പറഞ്ഞ ഒരു പോയിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, അതൊരു മോഡൽ പ്രയറാണ് അല്ലേ? എല്ലാ പ്രാർത്ഥനയുടെയും അവസാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള പ്രാർത്ഥനയല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മോഡൽ വല്ലപ്പോഴും ഒന്ന് നോക്കണ്ടേ? വേണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നറിയാനായിട്ട് ഈ മോഡൽ വല്ലപ്പോഴും നമ്മൾ നോക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് ഒരുമിച്ച് പറയണം. അത് നല്ല കാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറയാൻ നിങ്ങൾക്ക് മനസ്സിൽ പറയണ്ട കേട്ടോ. നിങ്ങളെ തല്ലി പഴിപ്പിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കുകയുള്ളൂ
എന്ന നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കാളും മെച്ചമായൊരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കാളും മെച്ചമായിരിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. അതിൻ്റെ സംക്ഷിപ്ത അല്ലെങ്കിൽ ഇത് കണ്ടൻസ്ഡ് നേച്ചർ ഓഫ് ദാറ്റ് പ്രയർ, അതിൻ്റെ വിശാലമായിരിക്കുന്ന തലങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നതല്ലേ ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാ അവസരങ്ങളിലും ഇപ്പം ചില ആളുകൾ, ചില സമുദായത്തിലുള്ള ആളുകൾ ശവസംസ്കാരത്തിന് ആ പ്രസംഗം അല്ലെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഒരു പക്ഷേ ആ അവസരത്തിൽ അത് അത്രത്തോളം ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. അപ്പം ശവസംസ്കാരത്തിന് അവിടെ കിടക്കുന്ന ആളിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു സുഖമില്ല എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന അതിനേക്കാളും മെച്ചമായിരിക്കുന്നൊരു പ്രാർത്ഥന ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഈ പ്രാർത്ഥനയിൽ വന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴേ അതിന് മുന്നമേ പറഞ്ഞു, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. ഒരു പക്ഷേ കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയാണ് ഏറ്റവും അധികം ജൽപ്പനമായി വന്നിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ്. എനിക്ക് നേരെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആരാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഒരടിയങ്ങടിക്കും. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ തുടങ്ങിയാൽ അവസാനം വരെ പറയും. അതിനകത്ത് പറഞ്ഞത് എന്തുവാ, കേട്ടത് എന്തുവാ എന്നും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ അവർ ചെയ്തു പോയി എന്ന് വെച്ച് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൂടെ? നമുക്ക് ദൈവമേ എന്തോ പ്രാർത്ഥനയാത്. ഞാൻ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഇനി ഒരു ദിവസം ഒന്ന് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം, അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ മനോഹരത, അതിൻ്റെ ഗാംഭീര്യം എന്ന് പറയുന്നത് അതൊരു അപാരമായ പ്രാർത്ഥനയാണ് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ധ്യാനിക്കണം. എന്തോ പ്രാർത്ഥനയാത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ അവഗണിക്കരുത് കേട്ടോ. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യവും തള്ളിക്കളയാനായിട്ട് നമുക്ക് അനുവാദമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള ഒരു വാക്യവും തള്ളിക്കളയാനുള്ള അനുവാദവും കർത്താവ് നമുക്ക് തന്നിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച്, ഞാനങ്ങനെ കേട്ടതല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വലിയ കൂടിയൊരു പ്രാർത്ഥനക്കാരനായിരുന്നു ബിൽ ബ്രൈറ്റ് എന്ന് പറയുന്നയാൾ. ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഫൗണ്ടറാണ്. ഹി വാസ് നോൺ ഫോർ ഹിസ് പ്രേയേഴ്സ്. അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സാറേ ഇത്രയും ഉഗ്രൻ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, ഞാനീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാം ബൈബിളിലെ വാക്യങ്ങളാണെന്ന് പറഞ്ഞു. ബൈബിളിൻ്റെ പല ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബഹുമാനം ഈ പ്രാർത്ഥനയോട് തോന്നിയത് എന്ന് പറഞ്ഞു. ചില നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എഴുതി വെച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ആവർത്തനമാണ് എന്ന് പറയും. ഞാൻ സഹോദരങ്ങളോട് ചോദിക്കാം, ഇവിടെ നമ്മുടെ സഭ ആരാധനാ സമയത്ത് തന്നെ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. അവരുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു 50% കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പിന്നെ പറയുന്നല്ലേ. ഒരർത്ഥത്തിൽ ആവർത്തനമല്ലേ. അപ്പം ഞാൻ ഒരു നിർദ്ദേശം നിങ്ങളോട് പറയാം. ബൈബിളിലെ പ്രാർത്ഥനകൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം. എന്നിട്ട് അത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. എന്തോ പ്രാർത്ഥനയാണ്. 3-ാമത്തെ അധ്യായത്തിൽ ഒരു ഗംഭീരമായ പ്രാർത്ഥനയുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഗംഭീരമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പൗലോസിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ അങ്ങ് മനഃപ്പാഠമായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം ആ പ്രാർത്ഥനകൾ നമ്മളുടെ പരസ്യ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഗാംഭീര്യം വരും. എൻ്റെ അപ്പനെക്കുറിച്ചും കൂടെ ഞാനൊരു വാക്ക് പറഞ്ഞ് എൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് ഞാൻ വരാം. അത് എൻ്റെ അപ്പന് 4-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ കേട്ടോ. 4 വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ മലയാള ഭാഷയിൽ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനകൾ എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ച് കേട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ്. എൻ്റെ ഭാര്യയോട് ചോദിച്ചാലും പറയും. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പൻ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഭാര്യയ്ക്കൊരു നടുക്കം വന്നു.
എന്തോ പ്രാർത്ഥനയാണ് പറയുന്നത്. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഒരുപാട് മനഃപ്പാഠമാക്കിയ ആളാണ്. സന്ദർഭത്തിനനുസരിച്ച് ബൈബിളിലെ വ്യത്യസ്തമായിരിക്കുന്ന വാക്യങ്ങൾ കോർത്തിണക്കി വളരെ മനോഹരമായി പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കൺവെൻഷനൊക്കെ, ഞങ്ങളുടെ അന്ത്പന്തിക്കോസ കൺവെൻഷനുമൊക്കെ അപ്പനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ജോർജ് ചായം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ആളുകൾ പറയുന്നത്. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിലെ വാക്യങ്ങൾ കോർത്തിണക്കി സന്ദർഭത്തിന് യോജിക്കുന്ന നിലയിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നല്ല പ്രാർത്ഥനയുടെ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളുടെ ആഴം നമ്മൾ വർദ്ധിപ്പിക്കണം. ബൈബിളാണെന്നേ പ്രാർത്ഥനയ്ക്കുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. വി ഹാവ് ടു പ്രേ ത്രൂ ദി സ്ക്രിപ്റ്റേഴ്സ്, വി ഹാവ് ടു പ്രേ ത്രൂ ദി സാംസ്, വി ഹാവ് ടു പ്രേ ത്രൂ ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ്. പുതിയ നിയമമൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കി നമ്മളുടെ പ്രാർത്ഥന ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഒന്ന് നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന് എല്ലുവിന് പറയുന്നത് അല്ലയോ? അത് ശരിയല്ലോ കേട്ടോ. കർത്താവിന് ഒരിക്കലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലായിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ വല്ലപ്പോഴുമൊക്കെ പറയണം. പറയുന്നത് നിങ്ങൾക്ക് വളരെ സഹായകരമാകും. പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം അത് പറയാനായിട്ട്. സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു ദിവസം ഒരു പ്രസംഗമായിട്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. അപ്പം നിങ്ങളുടെ സങ്കടം എനിക്കറിയാം കേട്ടോ, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ഈ പല ഇടങ്ങളിൽ ഈ പ്രാർത്ഥന കേട്ട് അതിനോട് ഒരു മടുപ്പ് ഒരു പക്ഷേ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ വളരെ ഉത്കൃഷ്ടമായ, ഞാൻ പറയും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. ശരി, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞ് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ ദൈവപ്രവർത്തനത്തിൻ്റെ കേന്ദ്രം യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് മാറുകയാണ്. യെരുശലേം സഭയെക്കുറിച്ചുള്ള അവസാനത്തെ പ്രസ്താവന, സഭയുടെ ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ അവസാനത്തെ പ്രസ്താവനയാണ് ഈ 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ശ്രദ്ധ അന്ത്യോക്യയിലേക്ക് മാറി എന്ന് വിചാരിച്ച് യെരുശലേമിലുള്ള ആളുകളോട് ദൈവത്തിന് പരിഗണനയില്ല എന്നതിന് അർത്ഥമില്ല. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നവനും എല്ലാവരെയും പരിപാലിക്കുന്നവനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഗോഡ് ഈസ് എ ഗ്രേഷ്യസ് ഗോഡ്. ഹി ഈസ് കൺസേൺഡ് അബൌട്ട് ഈച്ച് വൺ ഓഫ് us and our troubles are known to him. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിന് ശ്രദ്ധയിൽ വരുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ആ കാലത്ത് എന്ന് പറയുന്നത് അപ്പസ്തലന്മാർ യെരുശലേമിൽ നിന്ന് അവരുടെ പ്രവർത്തനം മറ്റ് പല ഭാഗങ്ങളിലേക്ക് മാറ്റി. ഈ പത്രോസിനെ ആണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. യെരുശലേം കേന്ദ്രീയമായിട്ടല്ല ഇപ്പോൾ പത്രോസ് പ്രവർത്തിക്കുന്നത്.
11-ാമത്തെ അധ്യായത്തിന് 30-ാം വാക്യത്തിൽ നമ്മൾ മൂപ്പന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് മൂപ്പന്മാരെക്കുറിച്ചുള്ള ആദ്യ പ്രസ്താവനയാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം, ദ മെൻഷൻ ഓഫ് എൽഡേഴ്സ്, മൂപ്പന്മാരെന്ന് പറയുന്ന ആ വാക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് 11-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലാണ്. അപ്പോൾ അവിടെ മൂപ്പന്മാരെ എങ്ങനെയാണ് നിയമിച്ചതെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവിടെ മൂപ്പന്മാരെ എങ്ങനെയാണ് നിയമിച്ചത്, അവരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്നൊന്നും പറയുന്നില്ല. ബർന്നബാസും പൗലോസും കൂടെ അന്ത്യോക്യയിൽ നിന്ന് സാമ്പത്തിക സഹായം കൊണ്ടുവരികയും അത് മൂപ്പന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന പ്രസ്താവനയാണ് 11-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം മൂപ്പന്മാരെന്ന് പറയുന്ന ആ ക്രമീകരണം ആദ്യമായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത് ഇവിടെയാണ്. അവിടെ സഭാസ്ഥാപനത്തിന് ശേഷം ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞ് കാണും. ഒരു 10 വർഷത്തും കഴിഞ്ഞിട്ടാണ് മൂപ്പന്മാർ എന്ന് പറയുന്ന ക്രമീകരണം ഉണ്ടാകുന്നത്. അപ്പോസ്തലന്മാരാണ് ആദ്യകാലത്ത് സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിനുശേഷം അവർ യെരുശലേമിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾക്കായി പോയപ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിച്ച ഒരു കാര്യമാണ് ഈ മൂപ്പന്മാർ എന്ന് പറയുന്ന കാര്യം. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സഭയുടെ നേതൃത്വവും ദൈവത്തിൻ്റെ സഭയുടെ പ്രവർത്തനവും ദൈവം ക്രമീകരിച്ചപ്പോൾ അത് പഴയ നിയമത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടല്ല കർത്താവ് ചെയ്തത്. നമുക്കറിയാമല്ലോ, ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഇറ്റ് വാസ് ദി പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദി ലീവൈറ്റ്സ് ആൻഡ് ദി ഹൈ പ്രീസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടല്ല പുതിയ നിയമസഭയുടെ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തിൽ മഹാപുരോഹിതനായിട്ട് ഒരാളിനെ നിയമിക്കാം, അതുപോലെ തന്നെ പുരോഹിതന്മാരായിട്ട് ചിലരെ നിയമിക്കാം. അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. അവിടെ ഈ സഭയുടെ ക്രമീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ദി ഹിസ്റ്ററി ഓഫ് ദി എൽഡർഷിപ്പ്, മൂപ്പന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് സുനഗോഗുകളുടെ ചരിത്രമാണ്. സുനഗോഗുകളിലാണ് ഈ മൂപ്പന്മാർ എന്ന് പറയുന്ന ക്രമീകരണം ആരംഭിക്കുന്നത്. അവിടെയാണ്. അവിടെ സുനഗോഗുകൾ എന്ന് പറയുന്നത് ദൈവാരാധനയ്ക്ക് വേണ്ടിയും അവിടെ ഈ ദേവാലയത്തിലുള്ളതായിരിക്കുന്ന പരിപാടികളൊന്നും നടക്കുകയില്ല. കാരണം അതിനുള്ളതായിരിക്കും സംവിധാനം അവിടെയില്ല. യാഗങ്ങളില്ല, ആചാര അനുഷ്ഠാനങ്ങൾ, ക്രമീകരണങ്ങളില്ല. എന്നാൽ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയപ്പോൾ അവർക്കുള്ള ദൈവവിശ്വാസവും ദൈവാരാധനയും ദൈവവചന പഠനവും അവരുടെ വ്യത്യസ്തമായ നിലപാടുകളും ഉറപ്പിക്കാനായിട്ട് അവരുണ്ടാക്കിയൊരു പരിപാടിയാണ് ഈ സിനഗോഗുകൾ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അവിടെയാണ് ഈ മൂപ്പന്മാരെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പക്ഷേ സഭയിലേക്ക് ആശയം വന്നത് എന്ന് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ന്യായമുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ദൈവസഭയുടെ ക്രമീകരണം എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രയേലിൻ്റെ ആരാധനാ ക്രമീകരണത്തിൻ്റെ ഒരു പിന്തുടർച്ചയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രമീകരണമാണ് പുതിയ നിയമത്തിലുള്ളത്. മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ സ്ഥലം സഭകൾ ആയിരിക്കുക എന്ന ഒരു ക്രമീകരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊരു വാക്കുകൂടെ പറയണമല്ലോ. എന്നാൽ ഒരു കാര്യം കൂടെ പറയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരന്മാർക്കൊക്കെ ഭയങ്കര ആവേശമാണ്. എങ്ങനെയാണ് മൂപ്പന്മാരെ ആക്കുന്നത്? ആരാണ് മൂപ്പന്മാരെ ആക്കുന്നത്? ആരാണ് അവരുടെ മേൽ കൈവയ്ക്കുന്നത്? ലൂക്കോസിന് അത്രത്തോളം ആ വിഷയത്തിൽ താല്പര്യമില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞു മൂപ്പന്മാരുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവരെ എങ്ങനെയാണ് നിയമിച്ചത്, അവരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കാഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം അതിനെക്കുറിച്ച് പറയാതിരുന്നത്. ജീൻ ഗെറ്റ്സ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞൊരു പ്രസ്താവന അതിനോട് ചേർത്ത് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ഫങ്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫോം. ഒരു സഭയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം, അത് ഏത് നിലയിൽ ചെയ്യുന്നു എന്നുള്ളതിനല്ല. ഒരു സഭയെ സംബന്ധിച്ച് ആ സഭ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനാണ് പ്രാധാന്യം, അല്ലാതെ അത് ഏത് നിലയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചല്ല. ഫങ്ഷൻ ഈസ് ഇൻഓൾട്ടറബിൾ. ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന കാര്യം സാഹചര്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഒരുപോലെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളുടെ ബീഹാറിൽ നിന്ന് വന്ന സഹോദരനോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ പറഞ്ഞല്ലോ എല്ലാവരും കൂടെ കൈയടിച്ച് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾ ഗൾഫിൽ പോയപ്പോഴും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും അവരെന്താ പറയുന്നറിയോ, നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ വളരെ ശബ്ദം കുറച്ചടിക്കണം.
നിങ്ങൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കത്തില്ല. അല്പം ശബ്ദം കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. കാര്യം എന്താണ്? അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാഹചര്യം അങ്ങനെയായതുകൊണ്ടാണ്. നമ്മൾ വെറുതെ ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവിടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് സാഹചര്യങ്ങളും അതിൻ്റെതായിരിക്കുന്ന രീതികളും അനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താം. പക്ഷേ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യത്യാസം വരുത്താൻ പറ്റില്ല. ഇവർ എല്ലാവരും കൂടെ പറയും നമുക്ക് ഊതിലാന്ന് ശരി, ദൈവാരാധന നമുക്ക് വേണ്ടെന്ന് വയ്ക്കുക. അത് പറ്റില്ല, അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അതിൽ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് അങ്ങനെ മൂപ്പന്മാരുടെ നിയമനം എങ്ങനെയാണ് എന്ന വിഷയത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയ്ക്ക് മുതിരുന്നില്ല. എങ്കിലും ഒരുപാട് പ്രാധാന്യം ആ വിഷയത്തിന് കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വാക്യം. അല്ലെങ്കിൽ അപ്പസ്തലനായ ലൂക്കോസ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എഴുത്തുകാരനായ ലൂക്കോസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. ശരി, അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം, ദൈവമക്കൾ ഒരുപാട് കഷ്ടമനുഭവിച്ച ആളുകളാകട്ടോ. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ സർവ്വജ്ഞാനത്തിൽ പലപ്പോഴും കഷ്ടമനുഭവിക്കുവാനും ബുദ്ധിമുട്ടുവാനും ദൈവമക്കളെ അനുവദിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ സർവ്വജ്ഞാനത്തിലും തൻ്റെ തീരുമാനത്തിലും ബുദ്ധിമുട്ടും സങ്കടവും അനുഭവിക്കുവാൻ ദൈവമക്കളെ പലപ്പോഴും അനുവദിക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ അത്ഭുതകരമായി ദൈവം അവരെ വിടുവിക്കുന്നു. ഈ രണ്ട് പ്രസ്താവനകൾ ഒരുമിച്ച് ചേർത്താണ് ഞാൻ രണ്ടാമത്തെ പ്രസ്താവനയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പറ്റിയൊരു പരാജയം ഞാൻ പറയാം. പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആശയം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അതാണ് അവരുടെ ഉപദേശത. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് എന്നെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ചർച്ചക്കാരൊക്കെ പറയുമ്പോൾ വരുന്ന ഒരു സാധ്യത ചോദിച്ചാൽ, ദൈവം കഷ്ടത തരാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ദൈവമക്കളാകാൻ വിളിച്ചത്, ഒരു അനുഗ്രഹവും തരികയില്ല എന്നൊരു ധ്വനി ചില അവസരങ്ങളിൽ വരും. അതും തെറ്റാകും കേട്ടോ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന കർത്താവാണ്. എന്നാൽ നമ്മൾ പറയുന്നത് പോലെ എല്ലായ്പ്പോഴും അത്ഭുതം ചെയ്യുകയും നമ്മൾ പറയുന്നത് പോലെ അനുഗ്രഹങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഔദാര്യമനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വാക്ക് പറയാം. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉള്ള ഭൗതിക സ്ഥിതിയാണോ നിങ്ങൾക്കിന്നുള്ളത്? അതോ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്തൊരു വലിയ കൂടിയ ആളായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവമായതിനു ശേഷം എനിക്കറിയാം, വളരെ ദരിദ്ര നാരായണന്മാരായിരുന്ന ആളുകൾ വിശ്വാസികളായി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടായി. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടോ, വയനാട്ടിലൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെല്ലുന്ന കാലത്ത് അവരുടെ വീടുകളോട് ചേർന്നൊരു കക്കൂസില്ല. പരസ്യ സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോയി വിസർജനം നടത്തേണ്ടത്. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾക്ക് 2 നില കെട്ടിടമുണ്ട്, മനോഹരമായ വീടുകൾ. അവരുടെ പിള്ളേരൊക്കെ എല്ലാം PhD-കാരാണ്. ദൈവം അനുഗ്രഹിച്ചില്ലേ, അവർക്ക് നന്മ വന്നില്ലേ? എന്നാൽ ആ സഹോദരന്മാരെ കുറിച്ചൊക്കെ എനിക്ക് പച്ചയായിട്ട് പറയാൻ പറ്റും കേട്ടോ. അവരൊന്നും അതിനുവേണ്ടി വിശ്വാസം സ്വീകരിച്ച ആളുകളല്ല. എൻ്റെ മകൻ PhD ആകും, എൻ്റെ മകൾ ഡോക്ടറാകും, അതുകൊണ്ട് ഞാൻ വിശ്വാസം സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആളുകളൊന്നുമല്ല. അവർക്ക് ഉള്ള സാഹചര്യത്തിൽ പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തിയ ആളുകളാണ്. എന്നാൽ ദൈവം അവരെ നിശ്ചയമായും അനുഗ്രഹിച്ചു എന്ന് എനിക്കിന്ന് അവരെ നോക്കി പറയാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ രണ്ടാമത്തെ കാര്യം ആദ്യം അങ്ങ് പറഞ്ഞുപോയി, എങ്കിലും ആദ്യത്തെ കാര്യം ഞാൻ പറയാം. എന്നാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടതയും പ്രയാസവും ഉണ്ടാകും എന്നുള്ളത് നാം പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ കൈ നീട്ടിയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കൈയെക്കുറിച്ച് നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ 11-ാമത്തെ അധ്യായത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ?
ഞാൻ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചതിനെക്കുറിച്ച് അല്ലേ? കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. The hand of God was with them. The hand of God, the hand of the Lord was with them. അവരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം, അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 12-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ പറഞ്ഞു തേർഡ് വേറൊരു കരം. അതെന്തൊരു കരമാണ്? ഹെരോദാ രാജാവിൻ്റെ കരം. അതിനെക്കുറിച്ച് നിങ്ങൾ മൂലഭാഷയിൽ പരിശോധിച്ച് നോക്കി അറിയാം. ദോഷം ചെയ്യാനായിട്ട് നീട്ടുന്ന ഒരു കരം, ദോഷം ചെയ്യാനായിട്ട് നീട്ടുന്ന ഒരു കരം. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് അവൻ കൈനീട്ടി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരം നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇനിയും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും വരികയില്ല എന്ന് ബൈബിൾ പറയുന്നില്ല കേട്ടോ. നമ്മളെ ഉപദ്രവിക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഈ ലോകത്തിലുണ്ട്. നമ്മളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് പ്രവർത്തിക്കുവാൻ ഒരു കാലത്തേക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തിൽ ദൈവം അനുവദിച്ച കാര്യമാണ്. ഇവിടെ പറയുന്ന കാര്യം, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ സഭയിലുള്ള ഒരാളിനെ പിടിച്ച് കഴുത്തറുത്തു കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഭയുടെ അന്തരീക്ഷം എന്തുവാ അല്ലേ? ഒരാളിനെ പിടിച്ച്, അപ്പോൾ ചിലരെന്ന് പറഞ്ഞത് കേട്ടോ, യാക്കോബിൻ്റെ പേരെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ അതിലധികം ആളുകളെ കൊല ചെയ്ത് കാണും. ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഹെരോദാ രാജാവ് കൈനീട്ടി യാക്കോബിനെ. അയ്യോ, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? യോഹന്നാനും സബദി മക്കൾ അല്ലേ, ഇടിമക്കൾ എന്നറിയപ്പെടുന്ന യാക്കോബ്, യോഹന്നാനും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇന്നർ സർക്കിളിലുള്ള ഒരാളാണ് യാക്കോബ്. 3 പേരെയാണല്ലോ കർത്താവ് തൻ്റെ കൂടെ പലയിടങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളത്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അദ്ദേഹം കർത്താവ് മറുരൂപമലയിൽ വെച്ച് തേജസ്കരിക്കപ്പെട്ടതൊക്കെ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരാളാണ്. എന്നാൽ അങ്ങനെയുള്ള ഇത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യനെ കൊല ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചത് എന്തുകൊണ്ടാണ്? അവരെ വാളുകൊണ്ട് വെട്ടിക്കുന്നു. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ദൈവത്തിന് തടയാൻ പറ്റില്ലേ? വൈ ഡിഡ് ഗോഡ് പെർമിറ്റ് ദാറ്റ്? ഞങ്ങൾ ഷമീറിനോട് സംസാരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ പറഞ്ഞു 32 വയസ്സുള്ള നബീൽ ഖുറേഷി, എന്തോരം വാഗ്ദാനമുള്ളൊരു പയ്യനായിരുന്നു അറിയാം. മെഡിക്കൽ ഡോക്ടർ. Then he was pursuing his PhD in Cambridge on theology. വാഗ്മി, സൗന്ദര്യമുള്ള മനുഷ്യനെ എല്ലാം അനുകൂലമായിരിക്കുന്നത്. 32-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ഒന്നും ലോകത്തുള്ള എല്ലാ ദൈവമക്കളും അവന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ഞാനും പ്രാർത്ഥിച്ച ഒരാളാണ്. കർത്താവേ, നബീലിനോട് കരുണ ചെയ്യണം, അദ്ദേഹത്തെ പഠിപ്പിക്കണം. അത് ലോകത്തിലുള്ള ദൈവമക്കൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒരു സാക്ഷ്യമാണ്. അദ്ദേഹത്തെ പഠിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ചെയ്തില്ല. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 32-ാമത്തെ വയസ്സിൽ, 32 I think it was 32 when he died. Why? എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? അപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ വ്യക്തത എന്ന് പറയുന്നത് തനിക്ക് മനസ്സിലാകാത്ത ജീവിത സാഹചര്യങ്ങളുടെ മുൻപിലും ദൈവത്തിനെ ആശ്രയിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നതാണ്. വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ മാൻ ഓഫ് ഗോഡ്? ഒരു ദൈവ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എൻ്റെ ദൈവം ചെയ്യുന്ന കാര്യം, ദൈവത്തിൻ്റെ ജ്ഞാനമനുസരിച്ച് ദൈവം ചെയ്യുന്ന കാര്യം ഞാൻ വിനയത്തോടു കൂടെ സ്വീകരിക്കും എന്നൊരു നിലപാടാണ് ദൈവഭക്തനെ സംബന്ധിച്ചുള്ള നിലപാട്. അതാണ്. മൈക്കിൾ ചാങ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരനുണ്ടായിരുന്നു കേട്ടോ, മൈക്കിൾ ചാങ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കളി ഇഷ്ടമാണ്. കാര്യം ചെറിയൊരു മനുഷ്യനാണ്, പക്ഷേ ഭയങ്കര കളിയാണ്. അദ്ദേഹം ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചു. ഇവാൻ ലെൻഡലിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ ജയത്തിൻ്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ സർവ്വമഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കും. നമ്മുടെ ജമീമ റോഡ്രിഗസ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ ഈ ഫ്രഞ്ചുകാർ യാതൊരു മതവും ബോധമുള്ള ആൾക്കാരല്ല കേട്ടോ. ദൈവനിഷേധികളും ഭയങ്കര ദുഷ്ടന്മാരുമായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാം വർഷം, അടുത്ത വർഷം മൈക്കിൾ ചാങ് തോറ്റുപോയി. ഈ ഫസ്റ്റ് റൗണ്ടിലാണോ സെക്കൻഡ് റൗണ്ടോ എനിക്കറിയത്തില്ല. അവിടെ അദ്ദേഹത്തോട് റിപ്പോർട്ടർ ചോദിച്ചു, യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? തോറ്റുപോയല്ലോ. അത് മൈക്കിൾ ചാങ് പറഞ്ഞ മറുപടി വളരെ സ്വീകാര്യമായ കാര്യം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജയത്തിൽ എത്രത്തോളം കർത്താവ് എന്നോടുകൂടെ ഉണ്ടോ അത്രത്തോളം തന്നെ എൻ്റെ പരാജയത്തിലും എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. As much Jesus was with me when I won, so much Jesus is with me when I failed. ഞാൻ പരാജയപ്പെട്ട ഈ ഇടത്ത് എൻ്റെ കർത്താവിനെ വിട്ടുപോയിട്ടില്ല, അത്രയും തന്നെ എൻ്റെ കൂടെ കർത്താവുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദൈവഭക്തൻ്റെ നിലപാട് എന്ന് പറയുന്നത്, ദൈവം ചെയ്യുന്നതെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ജ്ഞാനമൊന്നുമില്ല കേട്ടോ. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഐ ഡോണ്ട് നോ വാട്ട് ഹി ഡസ് ബട്ട് ഐ നോ ഹിം. എനിക്കെൻ്റെ കർത്താവിനെ അറിയാം. ദോഷമായിട്ട് നമ്മുടെ കൊച്ചുകുഞ്ഞു ഉദ്ദേശിച്ച് പാടുന്ന പോലെ, ദോഷമായിട്ട് ഒന്നും ചെയ്യാത്ത എൻ്റെ ദൈവം താൻ ചെയ്യുന്നത് എന്ത് തന്നെയായിരുന്നാലും അത് സ്വീകരിക്കുവാൻ, അതിനെ അംഗീകരിക്കുക. വൈകാരികമായിട്ട് സങ്കടം വരികയെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്നാൽ വിശ്വാസത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് നിലനിൽക്കുന്നതാണ് ഒരു ദൈവഭക്തൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നതാണ്. ദ മാർക്ക് ഓഫ് എ മാൻ ഓഫ് ഗോഡ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ 11-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നിട്ട് പറഞ്ഞു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എന്നിട്ട് പിന്നെ വിജയത്തിൻ്റെ ഒരു നീണ്ട വിജയഗാഥയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി, അവർ ശത്രുക്കളുടെ മേൽ ജയം നേടി, അവർ സിംഹത്തിൻ്റെ വായടച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്താൽ അവർ അഗ്നിക്കിരയായി എന്ന് പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് വിജയവും എല്ലായ്പ്പോഴും ആ തീർത്ഥയാത്ര അങ്ങനെയുള്ള യാത്രയും മാത്രമല്ല. വിശ്വാസത്താൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഒരു 2 മരങ്ങളുടെ നടുവിൽ മനുഷ്യരെ വയ്ക്കുക, മരത്തിന് നടുക്ക്, എന്നിട്ട് വാളുപയോഗിച്ച് മരം കീറുന്നതോടെ എന്ത് ചെയ്യും? ഈ മനുഷ്യനും കൂടെ അങ്ങനെ കീറിപ്പോവുക. ദാറ്റ് ഇസ് വാട്ട് ദേ ഡു. അങ്ങനെയാണ് വിശ്വാസികളെ കൊല ചെയ്തിരുന്നത്. വിശ്വാസത്താൽ അവർ ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. വേദനയോടെ പിടയുന്ന സമയത്ത് വിശ്വാസം തള്ളിക്കളയാതെ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും ഞാൻ സഹിക്കും, ദൈവകൃപയിൽ ആശ്രയിച്ചതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് ദൈവഭക്തന്മാരുടെ തീരുമാനം. നമ്മൾ വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഒരു പൂമത്തെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒന്നും അല്ല നമ്മളതിനെക്കുറിച്ച് കാണുന്നത്. ഡിഫിക്കൽട്ടീസ് അല്ലേ? സമീറിനോട് ചോദിച്ചാൽ വീട്ടിൽ പോകാൻ പറ്റില്ല. Enter into the home. They all reject you. എന്നാൽ 16-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞത്. എൻ്റെ പിന്നെ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവട് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആ നിലപാടാണ് വിശ്വാസികളുടെ ജീവിതം. വിശ്വാസ ജീവിതം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹം കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാത്ത, അതിനെക്കുറിച്ച് ഷ്രൈനർ എന്ന് പറയുന്ന ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീക്ക് 10-35 വയസ്സുള്ളൊരു ചെറുപ്പക്കാരിയായ സ്ത്രീയാണ്, ക്യാൻസറായി.
സഭയിലുള്ള ആൾക്കാരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് സർജറി ചെയ്ത് അവരുടെ ക്യാൻസർ ഭാഗം നീക്കാനായിട്ട് നോക്കിയപ്പോൾ ആ ക്യാൻസറില്ല, ക്യാൻസർ മാറി. അവർക്കെല്ലാം വലിയ സന്തോഷമായി. പക്ഷേ ആ സർജറിയിലുണ്ടായ കോംപ്ലിക്കേഷൻ നിമിത്തം ആ സഹോദരി മരിച്ചുപോയി. അതെന്തൊരു സങ്കടമല്ലേ! ദൈവം അത്ഭുതകരമായിട്ട് ക്യാൻസർ രോഗം മാറ്റിയ ആൾ ഈ സർജറിയിൽ കൂടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ദോഷം വരാൻ പാടുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ അനുവാദങ്ങളെയും എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ്, വാട്ട് ഹി ഡസ് ഐ ഡോണ്ട്, ബട്ട് ഐ നോ ഹിം പേഴ്സണലി. ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നു. അവനിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അവൻ മതിയായവനാണ് എന്ന തീരുമാനമാണ് ഒരു വിശ്വാസിയുടെ തീരുമാനം. ഹെരോദ രാജാവിനെ കുറിച്ചും കൂടി ഒരു വാക്ക് ഞാൻ പറയാം. ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഹെരോദാവ് എന്ന് പറയുന്ന ആ പേര് 4 വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഹെരോദാക്കന്മാരെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഹെരോദാവ് എന്ന് പറയുന്നത് ഹെരോദ ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദാവ് എന്ന് പറയുന്ന ആളാണ്. BC 37 മുതൽ ഏതാണ്ട് BC 1 ആ കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ആളാണ് ഈ മഹാനായ ഹെരോദാവ്. അദ്ദേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ ഉള്ള പരിശ്രമത്തിൽ ശിശുക്കളെ കൊല ചെയ്ത ഹെരോദാവ്. അതാണ് ഈ മഹാനായ ഹെരോദാവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 3-4 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 3-4 കൂടുതലുണ്ടായിരുന്നു. അതിൽ 3 ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അർക്കലിയോസ് എന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് പരിചയമുണ്ട്. പിന്നീട് ഫിലിപ്പ് എന്ന് പറയുന്ന ഫിലിപ്പ് കൈസരിയിലൊക്കെ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന അല്ല കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പം അത് അങ്ങനെ ഒരു മോനുണ്ട്. പിന്നെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഹെരോദാവ്. ഹെരോദാവ് അന്തിപ്പാസ്. അപ്പോൾ രണ്ടാമത്തെ ഹെരോദാവ് എന്ന് പറയുന്നത് ഈ മഹാനായ ഹെരോദാവിൻ്റെ മകനായിരിക്കുന്ന ഹെരോദ് അന്തിപ്പാസ്. ഇദ്ദേഹമാണ് യോഹന്നാൻ സ്നാപകനെ കൊല ചെയ്തയാൾ. അതാണ് ഈ ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്നതായിരിക്കുന്നയാൾ. മൂന്നാമത്തെ ഹെരോദാവാണ് ഈ ഹെരോദ രാജാവ് എന്ന് 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നയാൾ. അദ്ദേഹത്തെ വിളിക്കുന്നത് ഹെരോദ് അഗ്രിപ്പ ദ ഫസ്റ്റ്, ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ എന്നാണ് ഈ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആളിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം മഹാനായ ഹെരോദാവിൻ്റെ കൊച്ചുമകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പനെ ഹെരോദാവ് തന്നെ കൊന്നതാകട്ടോ. എന്നിട്ട് ഒരു 4 വയസ്സുള്ള സമയത്ത് ആണ് അപ്പനെ കൊല്ലുന്നത്. എന്നിട്ട് ഇവനെ റോമിലേക്ക് അയച്ചു. പിന്നെ അവിടെയൊക്കെയാണ് അവൻ വളർന്നത്. ചക്രവർത്തിമാരുമായിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ രാജാവായിട്ട് റോമാക്കാർ നിയമിക്കുന്നത്. AD 37 ഇദ്ദേഹത്തെ രാജാവായിട്ട് നിയമിക്കുന്നത്. ഒരു 7-8 വർഷമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അപ്പോൾ ആ നിലയിൽ യഹൂദന്മാർക്ക് ഇദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഹെരോദ രാജാവ് സഭയെ ഉപദ്രവിക്കുന്നതിനും യാക്കോബിനെ കൊല ചെയ്യുന്നതിനും പിന്നെ പത്രോസിനെയും കൂടെ കൊല്ലാം എന്ന് വിചാരിച്ച് പിടിക്കുകയൊക്കെ ചെയ്തത്. ആ ഒരു നിലയിലാണ് അവിടെ ഹെരോദ രാജാവ് ഇവരെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ ആ അന്തരീക്ഷം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുക. യാക്കോബ് എന്ന് പറയുന്ന അപ്പസ്തലനെ കൊന്നു. പിന്നീട് പത്രോസിനെ പിടിച്ചു. എന്താ ഉദ്ദേശ്യം? കൊല ചെയ്യാനായിട്ട്. കർത്താവേ, ദൈവം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അനുവദിക്കുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. യാക്കോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, യാക്കോബ് ഒരു അപ്പോസ്തലനാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് യാക്കോബ്. യാക്കോബിനെ കൊല ചെയ്തപ്പോൾ ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു സുന്നഹദോസ് കൂടിയില്ല. 12 അപ്പോസ്തലന്മാർ പിന്നെ യൂദാസ് മരിച്ചപ്പോൾ ഒരാളിനെ തിരഞ്ഞെടുക്കാനായിട്ട് അവർ കൂടി അല്ലല്ലേ. മത്തിയാസിനെ അവർ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ 12 അപ്പോസ്തലന്മാർ. എന്നാൽ ഈ 12 അപ്പോസ്തലന്മാരിൽ പെടുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ വേറെ ഒരു പുതിയ അപ്പോസ്തലനെ എടുക്കാനായിട്ട് ഒരു പരിപാടി ഉണ്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ഈ 12 ഈ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കാര്യം
റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒറിജിനൽ അപ്പോസ്തലൻസ് തീർന്നപ്പോൾ അപ്പോസ്തോലികമായിരിക്കുന്ന ആ ക്രമീകരണം അവസാനിച്ചു. പിന്നീട് അപ്പോസ്തലന്മാരില്ല. അവിടെ എന്നാൽ പല സമുദായങ്ങളിലും അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്ന ഒരു ക്രമീകരണമുണ്ട്. എന്നാൽ അത് ബൈബിൾ അനുസരിച്ച് ശരിയല്ല. കാരണം അപ്പോസ്തലൻ മരിച്ചപ്പോൾ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഒരു പരിപാടി ഇല്ല എന്നുള്ള കാര്യവും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പത്രോസിനെ അവർ പിടിച്ച് ഹെരോദ രാജാവ് അദ്ദേഹത്തെ തടവിലാക്കി. ഭയങ്കര സുരക്ഷയാണ് നോക്കി പറഞ്ഞത്. പിടിച്ച ശേഷം അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. അവിടെ 16 പടയാളികളുടെ കാവലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് 4 പേര് ഒരു ഷിഫ്റ്റായിട്ട്, അങ്ങനെ 24 മണിക്കൂറും പത്രോസിനെ കാവൽ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അവിടെ 2 പേര്, അതിൽ ഒരു പടയാളിയുടെ കൈയോട് ചേർത്ത് പത്രോസിൻ്റെ ഒരു കൈ, മറ്റേ പടയാളിയുടെ ഒരു കൈയോട് ചേർത്ത് മറ്റേ കൈ, അങ്ങനെ ബന്ധിച്ചാണ് ഈ പത്രോസിനെ അവർ തടവിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 2 പടയാളികൾ ഇതിൻ്റെ വാതുക്കൽ ഇവരെ 2 പേരെയും മറിച്ചിട്ടേച്ച് പത്രോസ് ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ഈ 2 പടയാളികൾ കയറി പത്രോസിനെ പിടിക്കും. അപ്പോൾ അങ്ങനെ അതിന് പത്രോസിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ അത്രമാത്രം സുരക്ഷിതമായ ഒരു നിലയിലാണ് പത്രോസിനെ അവർ അവിടെ തടവിലാക്കിയത്. പത്രോസിൻ്റെ തുടർന്നുള്ള കാര്യം ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് പറഞ്ഞോളാം. എന്നാലും പത്രോസിൻ്റെ ആ ഒരു പ്രതികരണം ഭയങ്കരമായിട്ടോ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾ താഴെ വായിക്കുമ്പോൾ അറിയാം, തന്നെ കൊല ചെയ്യാനുള്ള തലേ രാത്രിയിൽ പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങി. നാളെ നിങ്ങളെ കൊല്ലും, നാളെ കൊല്ലും. നിങ്ങൾ തലേ രാത്രി എന്ത് ചെയ്യും? ഭയങ്കര ഉറക്കം. ഞാൻ തലേ രാത്രി പോയിട്ട് 6 മാസം ഉറങ്ങില്ല. ഭ്രാന്ത് പിടിച്ച് ചാകുകയും ചെയ്യും. ഉറക്കമില്ലാത്തതുകൊണ്ട് ഭ്രാന്ത് പിടിക്കും, അങ്ങനെ ചാവും. എൻ്റെ പൊന്നെ, എന്തൊരു ദൈവാശ്രയമാ സാറേ, എന്തൊരു ദൈവാശ്രയമാ! തന്നെ കൊല ചെയ്യാനായിട്ട് തീരുമാനിച്ചതിന് തലേ രാത്രിയിൽ അദ്ദേഹം 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്തനുവദിച്ചാലും ആഹിതത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സുഖമോയി ഉറങ്ങുന്ന കാര്യം. അതിനെക്കുറിച്ച് പത്രോസ് വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാനിന്ന് രാത്രി ഇവിടെ നന്നായിട്ട് ഈ 2 പേരുടെ നടുവ് കിടന്ന് അവരുടെ കയ്യെ കൂടെ ചിലപ്പോൾ തല വയ്ക്കാൻ നോക്കുമെന്ന് എനിക്കറിയത്തില്ല. തലവിടയൊന്നുമില്ല കേട്ടോ, നിശ്ചയമായിട്ടില്ല. ഇങ്ങനെ കൈയുമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഉടനെ കൈ ഒന്ന് വലിച്ചെടുത്ത് തലയുടെ കീഴെ വെച്ച് ചിലപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അങ്ങനെ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങും. നാളെ അവരുടെ കഴുത്ത് കണ്ടിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകും. ആ ധൈര്യത്തോടെ ഞാൻ ഉറങ്ങുന്നേ. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ദൈവത്തിലുള്ള തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പോടുകൂടെ ആ ദൈവ മനുഷ്യൻ ഈ പ്രതികൂലങ്ങളെ നേടുകയാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാൻ കേട്ടോ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവാശ്രയം വെളിപ്പെട്ട് വരണം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയാണ് നാം ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ളതിനെ തെളിയിക്കുന്നത്. അതാണ്. ആകെപ്പാടൊരു പനി വരുമ്പോഴത്തേക്ക് എന്തോ ബഹളമാണ് മനുഷ്യർ അല്ലേ. ഒരു പനി വരുമ്പോഴത്തേക്ക് അന്ന് രാത്രിയിൽ പത്രോസ് അവരുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധിയും പ്രതിബന്ധവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. അതാണ് എൻ്റെ 3ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആക്കുന്ന കാര്യം. നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്കുള്ള ഏറ്റവും ഉചിതമായ പ്രതികരണം ആ പ്രതിസന്ധികൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളത് ആ പ്രതിസന്ധിയെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നപ്പോൾ
അവിശ്വാസികൾ അവരോട് പറഞ്ഞു, നിങ്ങൾ യാക്കോബിന് വേണ്ടി കുറെ പ്രാർത്ഥിച്ചതാണല്ലോ, നിങ്ങൾ യാക്കോബിന് വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ചതാണല്ലോ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ രക്ഷിച്ചല്ലോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ജീവിതത്തിൽ ദൈവം ചില പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയില്ല എന്ന് നമ്മളെ ഹൃദയത്തിൽ സംശയം തോന്നിയാൽ അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കരുത് കേട്ടോ. ചില പ്രതിസന്ധികളുടെ മുൻപിൽ നാം പ്രാർത്ഥിച്ചതുപോലെ, നാം പ്രതീക്ഷിച്ചതുപോലെ ദൈവം പ്രവർത്തിച്ചില്ല, ദൈവം അതിന് മറുപടി തന്നില്ല എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. അത്ഭുതത്തോടുകൂടെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. നാം പറയുന്ന രീതിയിലൊക്കെ ദൈവം ചെയ്യും, നമുക്ക് ദൈവത്തെ നിയന്ത്രിച്ച് നമ്മളുടെ ആഗ്രഹപ്രകാരമൊക്കെ വളച്ചെടുക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ അതീതമായി അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. പല അവസരങ്ങളിലും ദൈവം അങ്ങനെ പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ധൈര്യതാണ്. അതുകൊണ്ട് സഭ ദൈവത്തോട് ശ്രദ്ധയോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു വന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞോ? കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവം തന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലേ? ജയിച്ചോ? ഇല്ല, ജയിച്ചില്ല. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇനി പ്രാർത്ഥിക്കുമെന്ന് വേണ്ട, പോയി ചുമ്മാ അതങ്ങ് പരീക്ഷ എഴുതുക. അയ്യോ, അതൊരു വല്ലാത്ത തീരുമാനമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയില്ല, ഇനിയും രോഗം വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അയ്യോ, ദൈവത്തിന് ജനം അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ദൈവത്തിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് അവയെ ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കുക എന്നത് ദൈവമക്കളുടെ നിലപാടാണ്. നമ്മൾ ഒരിക്കലും പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന മനുഷ്യരല്ല. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം തള്ളിക്കളയുന്ന ആളുകളല്ല. നാം നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് ദൈവം നമുക്ക് തന്ന വാഗ്ദാനമാണ്. So don't give up your hope in God. ദൈവത്തിൽ നിങ്ങളുടെ പ്രത്യാശ വെച്ചുകൊള്ളുക, ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ നിങ്ങളെ നടത്തും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ആ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. അത് നല്ലൊരു ശക്തമായിരിക്കുന്ന വാക്കാണ്. earnestly pray. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. Casual prayers are easy, but an earnest prayer is not always easy. നമ്മളെ പ്രതിസന്ധികളിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപക്ഷേ നാം പ്രതീക്ഷിച്ചതുപോലെ ദൈവം പ്രവർത്തിച്ചില്ല എന്നുള്ളത് നമ്മൾ നിരാശയ്ക്ക് ഒരുപക്ഷേ കാരണമായിരിക്കാം. എന്നാൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് തൻ്റെ കരങ്ങളെ തുറക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ നമ്മൾ മനസ്സ് വയ്ക്കണം. ശ്രദ്ധയെന്ന് പറയുന്ന വാക്ക് വളരെ നല്ല കാര്യമാണ്. ഏകാഗ്രത. ഈ ശ്രദ്ധയിൽ ആ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, അതിൽ ഒരു ഡെസ്പറേഷൻ അല്ലെങ്കിൽ ദൈവം സഹായിച്ചേ മതിയാകെയുള്ളൂ എന്നൊരു നിർബന്ധം അതിലുണ്ട് കേട്ടോ. There is a desperation in that prayer. God must act. ദൈവം സഹായിച്ചില്ലെങ്കിൽ യാതൊരു നിവൃത്തിയുമില്ല എന്നൊരു സ്ഥിതിയുടെ മുൻപിലാണ് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ നിലയിലുള്ള ഒരു ആശ്രയം, ആ നിലയിലുള്ള ഒരു തീവ്രത നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യമാണ്. It is not just a casual prayer. It is a prayer of earnest prayer. ദൈവം പ്രവർത്തിക്കണം, ദൈവം സഹായിക്കണം എന്നുള്ള നിർബന്ധത്തോടുകൂടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ആ പ്രാർത്ഥനയാണ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവർ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. അവർക്ക് മനസ്സിലായി സ്വർഗത്തിൽ ദൈവമല്ലാതെ അവരെ സഹായിക്കാനായിട്ട് മറ്റാരും ഇല്ല. വാൻസ് ഹാവനർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്ന ഒരു സ്ഥിതി വരുമ്പോഴാണ് ദൈവം മാത്രം മതിയാകും എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ
എന്ന് വരുന്ന സാഹചര്യങ്ങളിലാണ് ദൈവം മതിയാകും എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇൻ സിറ്റുവേഷൻസ് വെൻ we are in situations when we know that God is our only help, and that is when we understand that God is enough. ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് മതിയായതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് അവൻ മനസ്സുള്ളവനാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് അവൻ പ്രവർത്തിക്കുവാനായിട്ട് കഴിവുള്ളവനാണ്. ഈ മൈറ്റ് ദൈവം അങ്ങനെ ചെയ്തെന്ന് ചെയ്യാനുള്ളതായിരിക്കുന്ന വലിയ സാധ്യതയുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറ്റുകയില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ സാധിക്കില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞൊരു പ്രസ്താവനയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയുടെ രഹസ്യം എനിക്കറിയില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സീക്രസി അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ രഹസ്യം എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്ററി ഓഫ് പ്രയർ, ബട്ട് ഐ നോ ദാറ്റ് ഗോഡ് വിൽ ആൻസർ പ്രേയേഴ്സ്. ദൈവം ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ ചൊവ്വാഴ്ച കൂടിയായിരുന്നു. ചൊവ്വാഴ്ച ജോസ് മാത്യു സഹോദരൻ്റെ വീട്ടിൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈ സഭയിലുള്ള സകല ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങളുടെയൊക്കെ മുഖം അതുകൊണ്ട് അല്പം കൂടെ പരിചിതമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്ക് സഭയ്ക്കൊരു ഡയറക്ടറി ഉണ്ട്. അപ്പോൾ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പേരും മക്കളുടെ പേരും പിന്നെ അവരുടെ പടവും ആ ഡയറക്ടറിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ ആ പുസ്തകം അങ്ങോട്ട് തുറന്നു വയ്ക്കും. ഓരോരുത്തരും മുഖം കണ്ടുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്യു സഹോദരൻ്റെ താല്പര്യം വന്നു കേട്ടോ, നമുക്കൊരു ഡയറക്ടറി ഉണ്ടാക്കണം. നല്ലൊരു പടം നിങ്ങളെടുത്ത് ഞങ്ങൾക്ക് തരണം. നിങ്ങളുടെ മുഖം കാണുമ്പോഴൊരു സൗന്ദര്യം വേണ്ടേ, നല്ല പടം തരണം. നമുക്കൊരു ഡയറക്ടറി ഉണ്ടാക്കണം. നമുക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ പറയുന്ന രീതിയിലും പറയുന്ന ആ സമയത്തും ഒന്നും ദൈവത്തെ നമുക്ക് വളച്ച് പിടിക്കാനൊന്നും സാധിക്കില്ലെന്നുള്ള കാര്യം ശരിയാ. ബട്ട് ഹീ ഈസ് എ ഗ്രേഷ്യസ് ആൻഡ് കൈൻഡ് ഗോഡ്. അവൻ കരുണയുള്ളവനായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നല്ല പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇനിയും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളും കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ വളരെ സന്തോഷം. വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ശ്രദ്ധയെന്ന് പറയുന്ന കാര്യത്തിലുള്ള വേറൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെസ്പറേഷൻ, ദൈവം സഹായിക്കണമെന്നുള്ളതായിരിക്കും നിർബന്ധം എന്ന് പറയുന്ന പോലെ തന്നെ മറുവശമായിട്ട് ദൈവം സഹായിക്കുമെന്നുള്ള വിശ്വാസവും കേട്ടോ. ദൈവം സഹായിക്കും, ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതായിരിക്കുന്ന വിശ്വാസവും ആ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുള്ളതാണ്. ഇതിൻ്റെ അവസാനം നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, they were all surprised. എൻ്റെ കർത്താവേ, ഇവർ ഈ നിലയിലൊന്നും ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചില്ല. ഇവർ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്താ വിചാരിച്ച് ചോദിച്ചാൽ, പിറ്റേ ദിവസം ഹെരോദ രാജാവ് പത്രോസിനെ വിചാരണയ്ക്കായിട്ട് കൊണ്ടിരുന്ന ഉടനെ ഹെരോദാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ച് ഈ മനുഷ്യനെ കൊല്ലണ്ട, ഇവന് 25 അടി കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തെ വിട്ടേക്കുക എന്ന് പറയും എന്നാ അവർ വിചാരിച്ചത്. ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്ന് അവർ വിചാരിച്ചോ? ദൂതൻ പ്രത്യക്ഷപ്പെട്ടു രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ ചുമ്മാ, അത് അവന് പത്രോസൊന്നുമല്ല, അങ്ങനെയൊന്നും സാധിക്കില്ലെന്നാണ് അവർ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും വിധം നമുക്ക് ദൈവത്തിനെ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മേ ദ ലോർഡ് സർപ്രൈസസ് വിത്ത് ഹിസ് ആൻസേഴ്സ്. ദൈവം തൻ്റെ ഉത്തരങ്ങളാൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും പ്രാർത്ഥിക്കാൻ വിചാരിക്കുക കേട്ടോ. നമുക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റെന്താ വഴി? ദൈവത്തിന് സഹായമല്ലാതെ നമുക്ക് എന്ത് വഴിയാണുള്ളത്? അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് കേട്ടോ.
കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് ഒരു ദൈവഭക്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതാണ് ഒരു ഭക്തൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നതാണ്. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഒന്നാമത്തെ പോയിന്റ് അത്രയും ഗൗരവമായി വിശദീകരിക്കുന്നില്ല. രണ്ടാമത് പറയാനുള്ളത്, ദൈവം ചില നിലകളിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും വിട്ടുകളയരുത്. ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നിരന്തരമായി ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സങ്കടപ്പെട്ട് പിന്മാറുകയല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതം ഞങ്ങളുടെ മധ്യത്തിൽ നിറവേറുന്ന, മനുഷ്യർ രക്ഷിക്കപ്പെടുന്ന, ദൈവകൃപയിൽ വളരുന്ന, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന അനുഭവങ്ങൾ തന്നെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്പർശനമേറ്റ് കടന്നു പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.